ടാറ്റ വിട് ടാറ്റ. ഇതൊരു ബംഗാളി അറബിയാണ് ഗൈസ്. ഇത് മൂക്കി കൈ, ഇത് കുഞ്ഞറബി. ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷാസ് കോർണർ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഈദ് വിശേഷമായിട്ടാണ്. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വന്ന് നല്ല ടയേർഡാണെങ്കിലും ആരും ഉറങ്ങിയിട്ടില്ലായിരുന്നു. ഫുഡെല്ലാം കഴിച്ച് ഓരോരുത്തർ കുളിച്ച് വന്ന് റെഡിയായപ്പോഴേക്കും നിസ്കാരത്തിൻ്റെ ടൈമായി. അങ്ങനെ നമ്മൾ പെട്ടെന്ന് വീടിൻ്റെ തൊട്ടടുത്തുള്ള പള്ളിയിലേക്ക് നിസ്കാരത്തിന് പോയി. ഈ പെരുന്നാളിന് ഈ ആച്ചൂനെ ആദ്യമായിട്ട് പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അത് നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമ്മൾ പള്ളിയിലെത്തിയപ്പോഴേക്കും തക്ബീർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇക്കാണേൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ ആച്ചൂനെയും എടുത്തുകൊണ്ട് ഓട്ട മത്സരമായിരുന്നു. പെണ്ണുങ്ങൾക്ക് നിസ്കാരത്തിന് സെപ്പറേറ്റ് റൂമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് നമ്മളൊക്കെ തൊട്ടടുത്തുള്ള പാർക്കിലൊന്ന് പോയി. കാരണം ഈ ഒരു കോസ്റ്റ്യൂമിൽ കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഓരോരുത്തരുടെയും ഫോട്ടോയും വീഡിയോയും എടുത്ത്. എൻ്റെ കുഞ്ഞാണേൽ വെള്ള കന്തൂരമൊക്കെ ഇട്ട് കുഞ്ഞരബിയായി കാണാൻ പൊളിയായിരുന്നു. മാഷാ അല്ലാ. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ വീട്ടിലേക്ക് തിരിച്ച്. ഇന്ന് ഉച്ചത്തെ ഫുഡിന് ഗസ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് ഫുഡ് പ്രിപ്പറേഷൻ തുടങ്ങാമെന്ന് വെച്ച്. ഈയാച്ചു ആണെങ്കിൽ ഒരു തുള്ളി പോലും ഉറങ്ങിയിട്ടില്ല. ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നിട്ടും കൂടെ തന്നെ ഓരോന്ന് പിറക്കി വെക്കാൻ കുട്ടി ഹെൽപ്പറായി നിന്നായിരുന്നു. അങ്ങനെ ഉറക്കം കഴിഞ്ഞ് 12 മണിയൊക്കെ ആയപ്പോഴേക്കും ഫുഡ് പ്രിപ്പറേഷൻ ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഇന്നത്തെ ഫുഡിനുള്ള 2 ഫുൾ ചിക്കൻ ഞാൻ ഇന്നലെ നൈറ്റ് തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ന്യൂ റെസിപ്പി ട്രൈ ചെയ്യാനായിരുന്നു പ്ലാൻ ചെയ്ത് പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. കാരണം എന്തേലും ഫോൾട്ട് വന്നാലും ഞാനും കാക്കും അനിയനും പിന്നെ കുഞ്ഞും മാത്രമേ ഉള്ളൂ. ഗസ്റ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് സീനൊന്നും ഉണ്ടാവൂല. പിന്നെ ന്യൂ റെസിപ്പി പഠിച്ചതുപോലെയും ആവും. അങ്ങനെ ഫുഡിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഓരോരോ വിശേഷങ്ങളും പറഞ്ഞുകൊണ്ട് ഫുഡൊക്കെ കഴിച്ച്. അൽഹംദുലില്ലാ, എൻ്റെ ഓൺ റെസിപ്പി ക്ലിക്കായതിൻ്റെ കാരണം കൊണ്ട് എന്തായാലും ഞാൻ ഫുൾ ഹാപ്പി ആയിരുന്നു. ചെറിയ ഫോൾട്ടൊക്കെ വന്നിട്ടുണ്ട്, എന്നാലും നെക്സ്റ്റ് ടൈം റെഡിയാക്കി എടുക്കാനുള്ളതേ ഉള്ളൂ. ഇവിടെ നല്ല വെയിലായതുകൊണ്ട് വെയിലൊന്ന് തണുത്ത് വന്നതും ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തു തുടങ്ങി. ഫോട്ടോഷൂട്ടിന് എൻ്റെ ബാഗൊക്കെ ആയിട്ടാണ് ചെറുക്കൻ പോയത്. അങ്ങനെ ഫോട്ടോ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ മക്കാനി മാൾ സോക്കറിലേക്ക് പോവുകയാണ്. ഈ പെരുന്നാളിന് നമ്മൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഒക്കെ ഒമൻ പോകണം എന്നായിരുന്നു പ്ലാൻ ചെയ്തത്. ബട്ട് ലാസ്റ്റ് മൊമെൻ്റ് ആയപ്പോഴേക്കും ഒന്നും നടന്നില്ല. പിന്നെ ഇക്കയുടെ ഫ്രണ്ടോ എമർജൻസി നാട്ടിലേക്ക് പോവേണ്ടി വന്നു. കഴിഞ്ഞ പെരുന്നാളിന് ഫ്രണ്ട്സൊക്കെ ഉള്ളത് കൊണ്ട് നല്ല എൻജോയ്മെൻ്റ് ഉണ്ടായിരുന്നു.
മക്കാനി മാളിൽ 3/4 ഭാഗവും അറബികളായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ പെരുന്നാൾ പ്രമാണിച്ച് ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഓരോ ആക്ടിവിറ്റീസും കണ്ടുവരുമ്പോൾ ബലൂൺ ക്രാഫ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു. അതും കണ്ടു നിന്നപ്പോഴേക്കും ഇയാച്ചുവിനും അവിടെ നിന്നൊരു ബലൂൺ വാള് കിട്ടി. അങ്ങനെ അതും പിടിച്ചുകൊണ്ടായിരുന്നു പിന്നീട് അങ്ങുള്ള നടത്തം. ഇപ്പോഴൊക്കെ എവിടെയെങ്കിലും പോയാൽ ഈ അച്ഛൻ്റെ ശ്രദ്ധ മൊത്തവും അവിടെയുള്ള കളി സാധനങ്ങളിലായിരിക്കും. ഇപ്പോൾ പിന്നെ ചെറുക്കനെ കയ്യിൽ കിട്ടാറേയില്ല. ഓരോ സാധനം എടുത്ത് കളിയും സ്കൂട്ടറിൻ്റെ പിന്നാലെയുള്ള ഓട്ടവും ഒക്കെയാണ്. ഇവിടെ ചിൽഡ്രൻസ് പ്ലേ സ്റ്റേഷനൊക്കെ ഉണ്ട്. അത് കണ്ടതും അവൻ അകത്തേക്ക് ഓടിപ്പോയി. ബിലോ 2 ഇയർ ബേബീസിന് പറ്റിയ ഫണ്ണൊന്നും ഇവിടെ കൂടുതലില്ലായിരുന്നു. കൂടുതലും വെഹിക്കിൾ റേസ് ആക്ടിവിറ്റീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇവനാണേൽ വെഹിക്കിൾ ക്രേസാണ് കൂടുതലും. എവിടെ പോയാലും കളിക്കാൻ വണ്ടി മതി. അതുകൊണ്ട് കുഞ്ഞിനെ കളിപ്പിക്കാൻ കുറച്ച് കൂടുതൽ ടിക്കറ്റ്സൊക്കെ എടുത്തു. അവന് ഇഷ്ടമുള്ള ആക്ടിവിറ്റീസൊക്കെ കയറി ചെയ്യട്ടെ എന്ന് വെച്ച്. ആക്ടിവിറ്റീസൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ഇയാച്ചു കളിക്കാൻ കയറിയ സ്ഥലത്തിൻ്റെ വീഡിയോസ് മാത്രം എടുത്തുകൊണ്ട് വേറെ ആക്ടിവിറ്റീസൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല.
കളിയൊക്കെ കഴിഞ്ഞിട്ടും ഇയാച്ചു വരാൻ കൂട്ടാക്കുന്നില്ലായിരുന്നു. അവസാനം കാക്കു അങ്ങ് വലിച്ചുകൊണ്ടാണ് വന്നത്. ഇവിടെ മിനി ട്രെയിനൊക്കെ ഉണ്ട്. നമുക്ക് അതിൽ കയറിയിട്ടും മോള് ഫുള്ള് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇവിടെ വരുന്ന ആൾക്കാർക്കൊക്കെ ഫ്രീ ആയി ഗാവ പിന്നെ ഡേറ്റ്സ് ഒക്കെ സെർവ് ചെയ്യാൻ ഒരാളെ നിർത്തിയിട്ടുണ്ടായിരുന്നു. പെരുന്നാളായത് കൊണ്ടാണോ എന്നറിയില്ല, ആളിങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ടായിരുന്നു. അങ്ങനെ മോള് ഫുള്ള് കറങ്ങിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇയാച്ചു കളിച്ച് ഫുൾ ടയേർഡായിരുന്ന കൊണ്ട് ഓറഞ്ച് കഴിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ അങ്ങ് ഉറങ്ങിപ്പോയി. രാത്രിത്തേക്ക് ഫുഡൊന്നും ഉണ്ടാക്കാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് നൂന് വഴി ഫുഡ് ഓർഡർ ചെയ്തു. ഇതാണ് ഗൈസ് നമ്മുടെ ഈദ് വ്ലോഗ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നവരെ ബൈ.